ചേലക്കരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. അതിന്റെ ആവേശവും എല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞപ്പോൾ പാലക്കാട് പ്രചരണത്തിരിക്കുകയാണ് ചേലക്കരയിലെ ഇടതു സ്ഥാനാർത്ഥി യു ആർ പ്രദീപ്. ശ്രീ യു ആർ പ്രദീപ്, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് എല്ലാ മുന്നണികളും. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെ സംബന്ധിച്ചോളം CPM സംബന്ധിച്ചോളം ഒരു കണക്കുകളൊക്കെ തയ്യാറായിട്ടുണ്ടാവും. ആ കണക്കുകൾ എങ്ങനെയുണ്ട്? കണക്ക് ഏകദേശം 15ന്റെ മുകളിലാണ് അവർ കണക്ക് കൊടുത്തിട്ടുള്ളത്. ഞാൻ കണക്ക് എൻ്റെ കയ്യിൽ കെട്ടിയിട്ടില്ല. അന്നേരം ഒരു ദിവസം റെസ്റ്റ് ആയിപ്പോയി. കാലത്ത് നേരത്തെ ഞാൻ ഇങ്ങോട്ട് പോന്നു. ഏതായാലും ഞാൻ അറിയാൻ കഴിഞ്ഞത് 10,000 മുകളിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാണ് കൊടുത്തത്. നല്ല ഭൂരിപക്ഷം തന്നെ ഉണ്ടാവും തന്നെയാണ് ഞങ്ങളെല്ലാവരും കണക്കൂട്ടുന്നത്. തെരഞ്ഞെടുപ്പ് പോളിംഗ് കൂടി കഴിഞ്ഞു. പോളിംഗ് കഴിഞ്ഞപ്പോൾ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അതെ അത് വോട്ടിംഗ് വരെ നമുക്ക് നല്ല ആവേശം നിന്നുമ്പോൾ വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ഡബിൾ ആവേശമായിട്ട് മാറിയത്. കാരണം വോട്ടിംഗ് സമയം വരെ തലേദിവസം വരെ നമ്മൾ ചില ആളുകൾ വിളിക്കുകയും ഉറപ്പ് പറയുകയും അത് പ്രതീക്ഷിക്കാത്ത ആൾ വിളിക്കും. വോട്ടിംഗ് കഴിഞ്ഞപ്പോൾ ചില ആളുകൾ വിളിച്ച് പറഞ്ഞത് മറ്റ് രാഷ്ട്രീയ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകർ ഞങ്ങൾ പേര് വെളിപ്പെടുത്തരുത്, ഞങ്ങളിത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളുടെ ഒരുപാട് കുടുംബങ്ങളുടെ വോട്ടും ഞങ്ങൾ ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾ ചില വിഷയങ്ങളുണ്ടായിട്ടുണ്ട്, അതൊന്നും ഞങ്ങളിപ്പോൾ എന്നാൽ നിങ്ങളുടെ കഴിഞ്ഞ കാലത്തെ പ്രവർത്തനം ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾ ഒരു ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ നിങ്ങൾ ഇടപെട്ടതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. എന്നാൽ അത് നേരിട്ട് കണ്ട വിഷയങ്ങൾ പോലും ഇടപെടാത്ത ചില അനുഭവങ്ങൾ ഞങ്ങൾക്ക് ഇപ്പുറത്തുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ചെയ്തു തന്ന സഹായം മറക്കാൻ കഴിയില്ല. ഞങ്ങൾ സഹായിക്കാൻ വേണ്ടി തീരുമാനിച്ചു, ഇടപെട്ടിട്ടുണ്ട്, അതിൽ ഇത്ര എണ്ണം ഞങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞു വരെ പറയുന്ന ഒരു കാഴ്ചയൊക്കെ കണ്ടപ്പോൾ അങ്ങനെ ധാരാളം ആളുകളും പറഞ്ഞു. അപ്പോൾ ഇടതുപക്ഷത്തിന് അനുകൂലമായി നിൽക്കുന്ന ആളുകളും പുറമെ അപ്പുറത്തുകൾ നിൽക്കുന്ന ആളുകളും ചിലർ നല്ലപോലെ ഇടതുപക്ഷത്തിനെ മാത്രമല്ല യു ആർ പ്രദീപിനെയും സഹായിക്കുന്ന ഒരു കാഴ്ചയോട് കൂടി നമ്മൾ പാലക്കാട് പ്രചരണത്തിലും ഉണ്ടാവും തീർച്ചയായിട്ടും ഉണ്ടാവും. ഇപ്പോൾ ഇതിന് തുടക്കം കുറിച്ചിട്ടുണ്ട്. എനിക്ക് കുറേ കണക്ഷൻസ് ഇവിടെ ധാരാളം ഉണ്ട്. അവരെല്ലാം പോയി ഒന്ന് കാണാനും എൻ്റെതായ ഒരു പ്രവർത്തനം അവരോട് പോയി അഭ്യർത്ഥന നടത്താനും. ഡോക്ടർ സറീൻ സംബന്ധിച്ച് നല്ലപോലെ എനിക്ക് നേരത്തെ അറിയാം. ഞാൻ MLA ഉള്ള സമയത്ത് അദ്ദേഹം ഒറ്റപ്പാലത്ത് നിന്ന് അങ്ങോട്ട് വരികയും അങ്ങനെ അമ്മ വീട് ഒക്കെ അവിടെ തന്നെയാണ്, ചേലക്കരയിലാണ്. അപ്പോൾ അദ്ദേഹം ചില കാഴ്ചപ്പാട് പറയുമ്പോൾ അദ്ദേഹം കോൺഗ്രസ് ആ സമയത്തായാലും പറയുന്ന കാര്യം ന്യായമാണ്, ജനങ്ങൾക്ക് ഗുണം കിട്ടുന്നത് തന്നെയാണ് എന്ന് തോന്നിയപ്പോൾ ആ വിഷയത്തിലെല്ലാം ഇടപെട്ട വ്യക്തിയാണ്. അതുകൊണ്ട് ആ ഡോക്ടർ സറീൻ ജയിച്ചു വരേണ്ടത് ഈ നാടിൻ്റെ അത്യാവശ്യം തന്നെയാണ്. ചേലക്കരയിലെ ഇടതു സ്ഥാനാർത്ഥി പാലക്കാട് പ്രചരണത്തിന് എത്തുന്നതിനുള്ള പ്രത്യേകതയും ചേലക്കരയിൽ 15,000-ഓളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലുമാണ് യു ആർ പ്രദീപ്.